Good morning everybody. Welcome to another short video of my YouTube channel. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു ബ്രൈറ്റ് ആൻഡ് സണ്ണി മോർണിംഗ് ആണ് കേട്ടോ. നോർമലി ഇവിടെ വിൻ്റേഴ്സിൻ്റെ സമയത്ത് സൂര്യൻ ഉദിച്ച് മര്യാദയ്ക്ക് നമുക്കൊരു സന്തോഷമൊക്കെ തരുമ്പോൾ ഒരു 7:30 7:45 ഒക്കെ ആവുന്നത്. പക്ഷേ ഇന്നെന്തോ ആൾ വേറെ മൂഡിലാണെന്നാണ് തോന്നുന്നത്. ഇറ്റ്സ് ആക്ച്വലി എ വെരി ബിസി ഡേ ഫോർ മീ ടുഡേ. എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്. ഷീസ് കമ്മിങ് ഫോർ എ സ്ലീപ്പ് ഓവർ. നമ്മൾ മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ നമ്മളെ ആദ്യമായി ചെല്ലുമ്പോൾ ഗൈഡ് ചെയ്യാനും കുറേ ഹെൽപ്പൊക്കെ ചെയ്യുന്ന നമുക്കറിയാത്തൊരു വ്യക്തി ഉണ്ടാവുമല്ലോ. പിന്നീട് നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരാളാവുന്ന ആ വ്യക്തി, അതാണ് എൻ്റെ ഈ ഫ്രണ്ട്. ഹർ നെയിം ഈസ് രേഷ്മ. ഞാനിവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് ടൊറോണ്ടോയിൽ ബസ് കയറുന്നത് എങ്ങനെയാണ് വിൻ്റർ ജാക്കറ്റും ഷൂസ് വാങ്ങുന്നതും ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനൊക്കെ എന്നെ അവൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന എൻ്റെ ശ്രമം അവൾക്കൊരു ചായ ഇടാനുള്ളതാണ് കേട്ടോ. ഷീ ഈസ് എ ബോൺ ടീ ലവർ. എന്താ ഞങ്ങൾ കളിയാക്കും, ലൈക്ക് അവളുടെ ഒരു മഗ്ഗുണ്ട്, ഇറ്റ്സ് ലിറ്ററലി പിക്ഡ് ആൻഡ് ഹെർ. അത് വെച്ചിട്ടാണ് അവൾ കുടിക്കുന്നത്. എത്ര നേരം വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും അവൾ ചായ കുടിക്കും. അതുകൊണ്ട് അവളെ ഒരു ഉടായ്പ ചായ ഇട്ട് കുടിപ്പിച്ച് പറ്റിച്ച് വിടാനൊന്നും പറ്റില്ല. സോ ഐ എം ട്രൈങ് ടു മേക്ക് എ കാർഡമൻ ടീ ഫോർ ഹെർ, ഒരേ ഏലക്ക ചായ. രാവിലെ എണീച്ചത് ഇനി വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു മോർണിംഗ് റൊട്ടീനൊക്കെ ആഡ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ ഓർഡർ ചെയ്ത് എൻ്റെ ട്രൈപോഡ് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ഷോട്ടൊക്കെ കാണിച്ചിട്ട് നിങ്ങളെയൊക്കെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ പറഞ്ഞ ആളിങ്ങെത്തി. അയ്യോ, ഞങ്ങൾ ചെറിയ പാക്കറ്റ് എന്താട്ടോ വിളിക്കുക. അയ്യോ, ഇത് ബോഡി ഷേമിങ് ഒന്നുമല്ല. ഷീ ഈസ് ദ ക്യൂട്ടസ്റ്റ് തിങ് ഹാപ്പൻ ഇൻ മൈ ലൈഫ്. മീറ്റ് മൈ ഫ്രണ്ട് രേഷ്മ. വീഡിയോ എടുക്കരുതെന്നോട് പറഞ്ഞതാ, പക്ഷെ ഐ കുഡന്റ് സ്റ്റോപ്പ് ഇറ്റ്. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ദോശയും നല്ല തട്ടുകടൻ രീതിയിലുള്ള ചിക്കൻ ഫ്രൈയും ചമ്മന്തിയും ഇത് അവളുടെ വലിയ മഗ്ഗിലെ ചായയും. പിന്നെ പരദൂഷണം പറച്ചിലായി, നാട്ടിൽ വിളിയായി, സംസാരമായി. ആളിവിടുത്തെ വലിയൊരു കമ്പനിയിലാട്ടോ വർക്ക് ചെയ്യണേ. കമ്പനിയും കാര്യങ്ങളൊന്നും ഞാൻ റിവീൽ ചെയ്യുന്നില്ല. നല്ല സുഖപരിപാടിയൊക്കെയാണ് ആൾക്ക്. വർക്ക് ഫ്രം ഹോം. ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു 3-4 വീഡിയോയ്ക്കുള്ള കണ്ടന്റ് ഷൂട്ട് ചെയ്യണം എന്നായിരുന്നു എൻ്റെ പ്ലാൻ. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗെറ്റ് റെഡി വിത്ത് മീയുടെ വീഡിയോ ആണ്. പക്ഷേ എന്തോ ചീറ്റിപ്പോയി. പണ്ടേ പ്ലാനിങ് ഞാനൊരു പുലിയാണ്, പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യാൻ വരുമ്പോൾ എങ്ങനോ എനിക്കത് സെറ്റാവാറില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു എല്ലാം കൂടി ഒരൊറ്റ വീഡിയോ ആക്കാം. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഫൈനൽ ലുക്കാണ്. അത് ഈ ഗെറ്റ് റെഡി വിത്ത് മീക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരു ക്യാബൊക്കെ പിടിച്ചിട്ട് ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടായ മോക്സിസിലേക്ക് പോകുന്ന വെച്ചു. ഇറ്റ്സ് ആക്ച്വലി എ ഗേൾസ് ലഞ്ച് ഡേറ്റ്. എത്ര വർത്താനം പറഞ്ഞാലും തീരില്ല. നിങ്ങൾക്കുണ്ടാവുമല്ലോ അങ്ങനെ ഒരു ഫ്രണ്ട്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു വിൽ ഗോ ടു STC ആൻഡ് ദെൻ വിൽ ഗോ ടു മോക്സിസ്. അവിടെയാണ് മോക്സിസിൻ്റെ ഗ്രിൽ ആൻഡ് ബാർ ഉള്ളത്. ഇറ്റ്സ് അമേസിങ് ഫോർ എ ബ്രഞ്ച് ഡേറ്റ്. ഭയങ്കര അടിപൊളി സ്പോട്ടാണ്. ഇവിടെ കുറേ അങ്ങനത്തുള്ള ബാർ ആൻഡ് ഗ്രിൽസ് ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ജാക്ക് ആസ്റ്റർ ഉണ്ട്, അതേപോലൊക്കെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ എന്തോ മൈ ഫേവറേറ്റ് ഇസ് മോക്സിസ്. ഇത് എൻ്റെ ഒരു ഫുഡ് ബ്ലോഗിൻ്റെ പാർട്ടാണ് നിങ്ങൾ അടുത്തത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ്, ഫുഡില്ലാതെ എനിക്കൊരു ജീവിതം തന്നെയില്ല. അങ്ങനെ ഞാൻ ഭയങ്കര മോക്സിസിനുള്ള ഇൻട്രൊഡക്ഷനൊക്കെ കൊടുക്കുന്ന കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ then I thought, as I said, let's make everything into one small video. ഇതാട്ടോ മോക്സിസിൻ്റെ ഇൻറ്റീരിയർ. ഇന്നത്തെ ഈ ബ്രഞ്ചിൻ്റെ മെയിൻ ഉദ്ദേശം വേറെ ഒന്നും ആയിരുന്നില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ദ ഫസ്റ്റ് തിങ് ഇസ് എ വെർജിൻ സീസർ. വി ബോത്ത് ലവ് ഇറ്റ്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം അവൾ പോയപ്പോൾ കഴിച്ചിരുന്ന ഒരു ലെമൺ ബേസൽ സാലമൺ വിച്ച് വാസ് നോട്ട് റിയലി ബാഡ്. ആൻഡ് ദെൻ മൈ ഫേവറേറ്റ് ദ മിനി ടൂണ ടാക്കോസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ മിനി ടൂണ ടാക്കോസ്. സോ ബേസിക്കലി അവർ ടൂണ വെച്ചിട്ടാണ് ഈ ടാക്കോസ് സെർവ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ അവരോട് ചോദിച്ച കാര്യമാണ്, ലൈക്ക് കുഡ് യു പ്ലീസ് കസ്റ്റമൈസ് ഫോർ മീ, അതെനിക്ക് കുക്ക് ചെയ്ത് തരുമോ, കാരണം ഐ എം നോട്ട് കംഫർട്ടബിൾ ഇൻ ഈറ്റിംഗ് ലൈക്ക് ദ റോ വൺ. അപ്പോൾ അവരെനിക്കത് കുക്ക് ചെയ്ത് കൊണ്ട് തന്നു. പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ എന്താ പറയുക എൻജോയ് ഒക്കെ ചെയ്തിരിക്കുകയായിരുന്നു. ഇന്നിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞ് സർപ്രൈസ് വരുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഇറ്റ് വാസ് ഹെർ ബർത്ത്ഡേ February 12th. പക്ഷെ അവൾ നാട്ടിലായതുകൊണ്ടും വേറെ കുറച്ച് കാര്യങ്ങളും കൊണ്ട് ഞങ്ങൾക്കത് ആക്ച്വലി സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓ മൈ ഗോഡ്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫുഡ് വ്ലോഗിൻ്റെ പാർട്സാണ്. ഞാൻ സീസണിനെ പറ്റിയിട്ടുള്ള ഭയങ്കര കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഒരു നോർത്ത് അമേരിക്കൻ ഡ്രിങ്ക് ആണെന്നും ഇറ്റ്സ് വെരി ക്ലോസ് ടു ബ്ലഡി മേരി, ഇത് കണ്ടുപിടിച്ചത് 1969 ഞാനിങ്ങനെ തട്ടി വിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ടാക്കോസ് വന്നു. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളെൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് വിചാരിക്കുന്നുണ്ടോ ഇവളുടെ എക്സ്പ്രഷൻ ഇട്ട് ചാവുകയാണല്ലോ അത്. പക്ഷെ അല്ല, ഇതൊരു മസ്റ്ററി ആയിട്ടാണ്. നല്ല അടിപൊളി ഫ്രഷ്ലി എന്താ പറയുക മെയ്ഡ് ഗ്ലൂക്കോമോളിൽ
അവരൊരു പ്രത്യേകതരം സോയാ സോസൊക്കെ വെച്ച് തരുന്നത്. ആൻഡ് ഇതാണ് ലെമൺ ബേസിൽ സാൽമൺ. ഇത് ആക്ച്വലി ഞങ്ങൾ 1 പ്ലേറ്റ് ലൈക്ക് 1/2 ആക്കിയതാണ്. ആൻഡ് ഹിയർ ഇസ് ദ സർപ്രൈസ്. ആളെ ശരിക്കും പ്രതീക്ഷയില്ല. അവൾക്ക് ആക്ച്വലി ബർത്ത്ഡേ ഒന്നും ഇങ്ങനെ ആഘോഷിക്കുന്നതോ അങ്ങനെയൊന്നും ഇഷ്ടമല്ല. ബട്ട് ഷീ ലവ് ഗിവിങ് സർപ്രൈസസ്. അതാണ് അവളുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ്. അവൾ ഭയങ്കര എന്താ പറയുക, തിങ്ക് ചെയ്തിട്ടാണ് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുക. വെറുതെ റാൻഡംലി പോയി ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരാളല്ല. ആൻഡ് ഷീ ഈസ് വെരി സ്പെഷ്യൽ ടു മീ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് എൻ്റെ ഇപ്പോൾ ഒരു തിരിഞ്ഞോട്ടുണ്ട്. ക്യാൻഡിൽ അല്ലാന്ന് ആർക്കും തോന്നിയില്ലല്ലോ അല്ലേ. പിന്നെ ഈ മിററിനോടുള്ള നമ്മളുടെ ഒബ്സെഷൻ അതെന്തോ അത് ഇന്നും ഇന്നലെ ഒന്നും തീരുന്നതല്ല. ഇതേവരെ വാഷ്റൂമാണ് കേട്ടോ. എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ. കൗച്ചുണ്ട്, നല്ല അടിപൊളി മിറേഴ്സ് ഉണ്ട്. കുറേ നേരം മിറർ സെൽഫി വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ അവിടെയൊക്കെ നിന്നു. ഇറ്റ് വാസ് എ റിയലി വണ്ടർഫുൾ ഡേ. ഭയങ്കര പീസ്ഫുള്ളായിരുന്നു, ഭയങ്കര കാമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സ്ലീപ്പ് ഓവർ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. നല്ല ടയർഡായിട്ട് ഞങ്ങൾ ഉറങ്ങിപ്പോയി. ഇത് പിന്നെ രാവിലെ എണീച്ചപ്പോൾ കിയാച്ചു ഉണർന്നിട്ട് രേഷ്മനെ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെയാണ് കാണുന്നത്. അവർ തമ്മിൽ നല്ല കൂട്ടാണ്. ദേ ആക്ച്വലി ഹാവ് എ വെരി ഗുഡ് വേവ് ലെങ്ത്. പിന്നെ കളിയായി ചിരിയായി ഇങ്ങനെ പോയി. അങ്ങനെ എൻ്റെ ഒരു കുഞ്ഞ് വ്ലോഗ് ഇവിടെ തീരാറായി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഫ് യു റിയലി ലൈക്ക് ഇറ്റ്, please subscribe and share and keep supporting me. Bye bye. Thanks for watching.